ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകൾ മുറുകെ പിടിക്കണം. അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ഹബീബായ തങ്ങളുടെ തിരുചര്യയിലേക്ക് വരണം. സ്വർഗത്തിലേക്കുള്ള ഏക വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടവക്കലാണ്. കണ്ടില്ലേ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തിരുചര്യക്ക് നൽകിയ പ്രാധാന്യം എങ്ങനെയാണ്? 40,000 ഹദീസുകൾ സമാഹരിച്ചുകൊണ്ട് മുസ്നദ് അഹ്മദ് ഉണ്ടാക്കിയ, മുസ്നദ് എന്ന ഗ്രന്ഥമുണ്ടാക്കി ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഞാൻ എഴുതിയ ഈ മുസ്നദിൽ പരാമർശിച്ച ഒരു ഹദീസിൽ നിന്നും ജീവിതത്തിൽ പകർത്തേണ്ട ഒരു സുന്നത്തും ഞാൻ പകർത്താതിരുന്നിട്ടില്ല. ഒരു സുന്നത്ത് പോലും ഞാൻ പകർത്താതിരുന്നിട്ടില്ല. 40,000 ഹദീസ് സമാഹാരമായ മുസ്നദ് എഴുതിയ മഹാനാണ്. 10 ലക്ഷത്തോളം ഹദീസ് മനഃപ്പാടമുള്ള മഹാനാണ്. മഹാനരായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇബ്രാഹിം ബിൻ ഹാനി എന്നവർ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇഖ്തഫാ ഇൻദി അഹ്മദ് ബിൻ ഹംബലിൻ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എന്റെ അടുക്കൽ ഒളിച്ചു കഴിഞ്ഞു 3 അയ്യാം. ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം ഭരണപക്ഷത്തിന്റെ ആനുകൂല്യത്തോടെ മുഅ്തസിലികളും അതുപോലെ തന്നെ ഖുർആൻ വിരോധികളും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഖുർആൻ സൃഷ്ടിവാദം മുന്നോട്ട് കൊണ്ടുവന്നു. മഹാനവറുകൾ പറഞ്ഞു, ഖുർആൻ സൃഷ്ടിയല്ല, അല്ലാഹുവിന്റെ കലാമാണ്. അങ്ങനെ മഹാനവറുകൾ പീഡനം അനുഭവിച്ചു. ഗവൺമെന്റ് മഹാനവറുകളെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി. അപ്പോൾ ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ശിഷ്യനായ ഇബ്രാഹിം ബിൻ ഹാനി എന്നവരുടെ വീട്ടിൽ ഒളിച്ചു കഴിഞ്ഞു. 3 അയ്യാം, 3 ദിവസം ഒളിച്ചു കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യനോട് ഉസ്താദ് പറയാണ്, ഉത്ലുബ് ലീ മൗളിഅൻ ഹത്താ അതഹവല ഇലൈഹി, മോനെ എനിക്ക് മാറിപ്പാർക്കാൻ മറ്റൊരു സ്ഥലം നോക്കണം മോനെ, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ചോദിച്ചു, അല്ല ലാ അംന അലൈക യാ അബാ അബ്ദില്ലാഹ്, ഉസ്താദേ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല, ശത്രുക്കൾ വേഗം വന്ന് കണ്ടുപിടിക്കുന്ന സ്ഥലമല്ല, അവിടുന്ന് സുരക്ഷിതമായ സ്ഥലമാണ്, ഇതിനേക്കാൾ സുരക്ഷിതമായ വേറെ ഒരു സ്ഥലം ഇല്ല, പിന്നെന്തിനാണ് ഇവിടുന്ന് പോകുന്നത്? അങ്ങനെ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, അല്ല മോനെ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ്. അങ്ങനെ മഹാനവറുകൾ പോകാൻ ഒരുങ്ങിയപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, ഞാൻ അങ്ങനെ ഈ സേഫായ സ്ഥലത്ത് നിന്ന് പോകാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇഖ്തഫാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഗാരി 3 അയ്യാമിൻ, മുത്തുനബി തങ്ങൾ ഹിജ്റ ചെയ്യുന്ന സമയത്ത് ഗുഹയുടെ ഉള്ളിൽ കഴിച്ചുകൂട്ടിയത് 3 ദിവസമാണ്. പിന്നെ അവിടുന്ന് മാറിപ്പോയി. وليس ينبغي أن نتبع رسول الله صلى الله عليه وسلم في الرخاء ونتركه في الشدة. ഞാൻ മുത്തുനബി തങ്ങളുടെ ചര്യയെ പിൻപറ്റുന്ന ആളാണ്. സുഖവും സന്തോഷവും ഉള്ളപ്പോൾ സുന്നത്തിനെ പിൻപറ്റുകയും ബുദ്ധിമുട്ട് വരുമ്പോ സുന്നത്തിനെ ഒഴിവാക്കുകയും ചെയ്യുക, അതെനിക്ക് സാധ്യമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ ഗുഹയുടെ ഉള്ളിൽ പലായനത്തിന്റെ നേരത്ത് 3 ദിവസമാണ് പാർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും ഇവിടെ 3 ദിവസമേ പാർക്കാൻ കഴിയൂ. ആ സുന്നത്തിന് ഞാൻ മുറുകെ പിടിക്കുകയാണ്. ശത്രുക്കളുടെ കണ്ണിൽ ഞാൻ പെട്ടാലും ശരി, ഞാൻ ഇറങ്ങുകയാണ്. ഈ നിലക്ക് സുന്നത്ത് മുറുകെ പിടിച്ച മുൻഗാമികളല്ലേ
ബഹുമാനപ്പെട്ടവരോട് ഒരിക്കൽ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ ഏകാന്തമായിരുന്ന ഹദീസ് പഠിച്ചില്ലേ, അതിൽ നിന്ന് നിങ്ങൾ വല്ലതും പകർത്തിയിട്ടുണ്ടോ? ഉടനെ മഹാനവറുകൾ പറഞ്ഞു, അതേ, ഞാൻ കർഹ് എന്ന് പറയുന്ന ദേശത്ത് ഒരു ഗുഹയിൽ ഞാൻ ഏകാന്തമായി വസിച്ചിട്ടുണ്ട്. ഇത്തിബാഅൻ ലിസുന്നത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റാൻ വേണ്ടി. ഈ നിലക്ക് തിരുനബിചര്യകളെ പിൻപറ്റിയ മുൻഗാമികൾ കഴിഞ്ഞുപോയി. മുഅ്മിനീങ്ങളെ, ഈ ഹിജ്റയുടെ മുഴുവൻ ഭാഗവും ഇപ്പോൾ പറയാൻ നേരം പോരാ. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലുള്ള മജ്ലിസിൽ, മുഹറം 1 വരെയുള്ള മജ്ലിസിൽ ഇതിന്റെ ബാക്കി പറഞ്ഞ് പൂർത്തീകരിക്കാമെന്ന് വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, ഓൺലൈനിലൂടെ ഇന്ന് എവിടെയും പ്രഭാഷണങ്ങൾ ലഭ്യമാണല്ലോ. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച വെള്ളയൂരിലുണ്ട്. സൗകര്യമുണ്ടായാൽ അവിടെ നമുക്ക് ബാക്കി പറയാം. അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളിൽ പറയാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് ഇഷ്ടം വെക്കണം. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മഹബത്ത് ഹിറാ ഗുഹയുടെ ഉള്ളിൽ നിന്ന് വായിക്കണം, സൗർ ഗുഹയുടെ ഉള്ളിൽ നിന്ന് വായിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ മഹബത്ത് വായിക്കണം. എല്ലാവരും 2 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുമോ? അവിടെ തന്നെ നിന്നാൽ മതി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം, തങ്ങളെ ഒന്ന് കാണണം. യാ അല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണ്ടേ കൂട്ടുകാരാ. കനവിലൊന്ന് കാണണ്ടേ മോനെ, നിലവിലൊന്ന് കാണണ്ടേ മോനെ. ഉണർവിൽ കണ്ടവരില്ലേ മോനെ, മദീനത്ത് എന്ന് അനുഭവിച്ചവരില്ലേ മോനെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ഞാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നുണ്ട്. അങ്ങനെ കണ്ടത് എത്ര കൊല്ലമാണ്? 80 കൊല്ലത്തോളം എല്ലാ രാത്രിയിലും ഹബീബായ തങ്ങളെ കണ്ട ആളല്ലേ അനസ് ബിൻ മാലിക് തങ്ങൾ. 10 വയസ്സുള്ളപ്പോഴല്ലേ ഖിദ്മത്തിലെത്തുന്നത്, 10 കൊല്ലം കഴിഞ്ഞല്ലേ മുത്തുനബി തങ്ങൾ വഫാത്താകുന്നത്. പിന്നൊരു 100 ചെല്ലാനും വയസ്സുവരെ ജീവിച്ചില്ലേ. ആ അനസ് ബിൻ മാലിക് തങ്ങൾ ഹബീബായ തങ്ങളുടെ മഹബത്തിൽ ജീവിച്ച് ലോകത്തെ ആശിഖീങ്ങൾക്ക് മുഴുവനും വലിയ സ്നേഹത്തിന്റെ അധ്യായം പറഞ്ഞു തന്നവരാണ്. ആ സ്വഹാബികളെ പോലെ, അതുപോലെ മഹാന്മാരായ താബിഈകളെ പോലെ, ഇമാമുകളെ പോലെ അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെക്കണമെന്ന് എന്നോട് ഓർമ്മപ്പെടുത്തി നിങ്ങളെ അത് കേൾപ്പിച്ച് അവസാനം ഈ ലോകത്ത് നിന്നൊന്ന് വിട പറയുമ്പോൾ, യാ അല്ലാഹ്, ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ട്. ഒരുപക്ഷേ കൊലക്കത്തിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടെന്ന് വരാം, ഒരുപക്ഷേ കൊലക്കയറിനു താഴെ എത്തിയെന്ന് വരാം, ഒരുപക്ഷേ പ്രതിസന്ധിയുടെ മുമ്പിൽ വന്നെന്ന് വരാം. അതെല്ലാം അല്ലാഹുവിന്റെ ഖളാണ്. പക്ഷേ എവിടെ വന്നാലും പതറാത്ത ഒരു ഈമാൻ വേണം, ഇളകാത്ത ഒരു യഖീൻ വേണം, ഏതു വന്നാലും മാറാത്ത ഒരു ഈമാൻ വേണം. റബ്ബേ, നീ ഏകനാണ്, നിനക്ക് പങ്കുകാരില്ല, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിച്ചിട്ടുള്ളൂ. തെറ്റ് ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുണ്ട്. അത് നിന്നോടുള്ള പ്രതിഷേധമല്ല, നിന്നോടുള്ള ധിക്കാരമല്ല, ഞങ്ങളിൽ നിന്ന് വന്നുപോയ വീഴ്ചകളാണ്, വിവരക്കേടുകളാണ്. നീ പുറത്തു തരണം അല്ലാഹ്. മുഅ്മിനേ, ഏതേതു പ്രതിസന്ധികൾ വന്നാലും അല്ലാഹ് 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 എന്ന ഒരു ഉറച്ച ഈമാൻ വേണം. ഹബീബായ മുത്തുനബി തങ്ങളോടുള്ള ഇഷ്ക് വേണം. ആ ഇഷ്കിൽ ലയിച്ച ഒരു ആനന്ദം വേണം. അപ്പോൾ മരണം ഒരു രസമാണ്. മുഹമ്മദൻ വഹിസ്ബാ, മരണം ആനന്ദത്തിലേക്കുള്ള യാത്രയാണ്. അല്ലാഹു തആല നമുക്കെല്ലാം ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ.